കേരളം ഇങ്ങനെ കടം കയറി മുടിഞ്ഞ് തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു 3 വർഷമായി ഇതിൻ്റെ കടുത്ത ക്യാമ്പയിൻ തുടങ്ങിയിട്ട്. രണ്ടാം പിണറായി സർക്കാർ വന്നതാണ് തുടങ്ങിയതാണ്. അത് വലിയ വേവലാതിയായി ജനങ്ങൾക്കിടയിൽ. ശ്രീലങ്കയിൽ വിദേശത്തുനിന്ന് വായ്പ എടുത്തിരിക്കുന്നത് കേരളത്തിലെ വായ്പകൾ ഇവിടെയുള്ളതാണ്, നാട്ടിലുള്ളതാണ്. അതുകൊണ്ട് ഒരു സംസ്ഥാനവും ഒരു രാജ്യവും കടം കയറി മുടിയില്ല, ഇല്ലാതാവില്ല. കടത്തിൻ്റെ വലിപ്പം മാത്രം നോക്കിയാൽ പോരാ, അത് താങ്ങാനുള്ള ശേഷി കൂടി നോക്കണം. അപ്പം സമ്പദ്ഘടന വലുതാകുമ്പോൾ ഈ കടം ഒരു പ്രശ്നമല്ല. സാമ്പത്തികമായി വളരെ താഴ്ന്നു നിന്നിരുന്നവരുടെ അടുത്ത്, പാർട്ടി വളരെ ശക്തമായി നിലനിന്നിരുന്നിടത്ത് രണ്ടാം ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം ആ വിജയത്തിന്റെ ആലസ്യത്തിൽ പാർട്ടി പ്രവർത്തകർ ഇത്തരം പോക്കറ്റുകൾ എത്തുന്നില്ലെന്നും പകരം ഇതുവരെ വിജയിക്കാത്ത സംഘപരിവാർ പ്രവർത്തകർ അത്തരം ഏരിയകളിൽ എത്തുകയും കേന്ദ്രമാണ് എല്ലാം തരുന്നതെന്ന് തെറ്റിദ്ധരിപ്പിച്ചതിന്റെ റിസൾട്ടാണ് സംഘപരിവാറിന് ഇപ്പോൾ ഉള്ള വോട്ട് ഷെയറിംഗ് കൂടിയതെന്ന് ഒരു ഡിസ്കഷൻ വരുന്നുണ്ട്. സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതിന് രണ്ടാം ഭരണം ലഭിച്ചത് മൂലം പാർട്ടി പ്രവർത്തകർക്ക് ഉദാസീനത വന്നതിന്റെ ഭാഗമാണ് ഈ പരാജയം. ഉദാസീനതയല്ല, ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒന്നാം സർക്കാരിൻ്റെ കാലത്ത് സാമ്പത്തിക സ്ഥിതി ഭദ്രമായിരുന്നു. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന നികുതി വിഹിതത്തിലൊക്കെ ഗണ്യമായ കുറവ് വന്നു. 1.9% ചുരുങ്ങി. പക്ഷേ അങ്ങനെ സംഭവിച്ചപ്പോഴും ഒരു 50,000 കോടി രൂപയുടെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് വന്നു. അത് 50,000 കോടി രൂപ ടേപ്പറിംഗ് ആണ്. ആദ്യ വർഷം 20,000 കോടി രൂപ കോവിഡ് കാലത്ത്. അതുകൊണ്ടാണ് നമുക്ക് കിറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പാവങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞത്. കേരളത്തിൽ ആരും പട്ടിണി കിടക്കില്ലെന്ന് ഉറപ്പുവരുത്താൻ പറ്റുന്നത്. പിന്നെ 30,000 കോടി രൂപ, പിന്നെ അത് 10,500, 5,000 തീർന്നു. ഇപ്പോൾ 2021 ആയപ്പോഴേക്കും ഈ പണം കിട്ടുന്നത് ഇല്ലാതായി. അതോടൊപ്പം തന്നെ നികുതി വിഹിതത്തിലും നേരത്തെ വന്ന കുറവ് തുടരുകയാണ്. GST കോമ്പൻസേഷൻ ഇല്ലാതാവുകയാണ്. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ, 2021 പറയുന്നത് സാമ്പത്തിക ഞെരുക്കം തുടങ്ങും, പഴയ സ്ഥിതിയായിരിക്കില്ലെന്ന്. പക്ഷെ ഇത് കേന്ദ്രവും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ രാഷ്ട്രീയമായിട്ടുള്ളൊരു നീക്കം, ഒരു ചടുലമായ നീക്കം അവർ നടത്തി. ഒന്നാം പിണറായി സർക്കാരിൽ റവന്യൂ, അവരുടെ സ്വന്തം വരുമാനം, ബഡ്ജറ്റൊക്കെ ജനങ്ങളുടെ ക്ഷേമത്തിനും വിദ്യാഭ്യാസ ആരോഗ്യ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ചെലവഴിച്ചെങ്കിൽ പശ്ചാത്തല സൗകര്യങ്ങൾക്കൊന്നും യാതൊരു ഉറപ്പും വന്നില്ല. അത് ബഡ്ജറ്റിന് പുറത്ത് വായ്പ എടുത്ത് കിഫ്ബി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവയൊക്കെ പണി കഴിപ്പിക്കുകയാണ് സർക്കാരിന് വേണ്ടിയിട്ട്. ഇതിനാണ് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന് പറയുന്നത്. അത് നിയമപരമാണ്, പണ്ടും ചെയ്തിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ 2021 ഇങ്ങനെ ഒരു സാമ്പത്തിക ഞെരുക്കം വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കിഫ്ബിക്ക് എടുത്ത വായ്പ മുഴുവനും സംസ്ഥാന സർക്കാരിൻ്റെ വായ്പയായിട്ട് ഞാൻ പരിഗണിക്കും എന്നും പറഞ്ഞ് കുറച്ചു. അത് ആ 2021 എടുത്ത വായ്പയല്ല, അല്ലെങ്കിൽ ഇനി എടുക്കാൻ പോണ വായ്പകളല്ല, 16 മുതലെടുത്ത വായ്പയൊക്കെ അങ്ങോട്ട് വെട്ടിക്കുറയ്ക്കുകയാണ്. അപ്പോൾ ഇത് വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ്. കേന്ദ്രമാണ് ഇവിടെ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ പ്രതിസന്ധി വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് വരുമാനം കുറഞ്ഞു, പല ആനുകൂല്യങ്ങളും കൊടുക്കാൻ പറ്റാതെ വരുന്നു. ജനങ്ങൾക്ക് ഇതിനോട് വലിയ വിമർശനം. പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ന്യായം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ. നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ചെറിയ തുക, ഈ തുക 1,600 രൂപയിൽ 1,400 LDF നൽകിയാണെന്നുള്ള കാര്യം പോലും മറന്നുപോകും. പക്ഷേ തെറ്റിദ്ധരിപ്പിക്കുന്നത് കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ട് ആണെന്നല്ലേ? അതെ. അപ്പോൾ ഇവിടെയാണ് ആശയസമരം. എന്താ UDFും ബാക്കി കുറച്ച് പണ്ഡിതന്മാരും BJPയും എല്ലാം കൂടി പറഞ്ഞത്? കേരളം ഇങ്ങനെ കടം കയറി മുടിഞ്ഞ് തകർന്നുകൊണ്ടിരിക്കുകയാണ്.
അതൊരു 3 വർഷമായി ഇതിൻ്റെ കടുത്ത ക്യാമ്പയിൻ തുടങ്ങിയിട്ട്. രണ്ടാം പിണറായി സർക്കാർ വന്നതാണ് ഇവർ തുടങ്ങിയതാണ്. അത് വലിയ വേവലാതിയായി ജനങ്ങൾക്കിടയിൽ. ഒരടിസ്ഥാനവും ഇല്ലാത്തതാ. കടം കൂടി എന്നുള്ളത് ശരി, പക്ഷേ സമ്പദ്ഘടനയും വളർന്നില്ലേ? ഈ കടം മേടിച്ച് ഇതൊക്കെ ചെലവാക്കിയതുകൊണ്ട് സംസ്ഥാനത്ത് തകർച്ചയല്ല ഉണ്ടായിട്ടുള്ളത്, അഭിവൃദ്ധിയാ. 1987 ഒക്കെ കാലത്തെ നമ്മുടെ പ്രതിശീർഷ വരുമാനം അഖിലേന്ത്യാ ശരാശരിയേക്കാൾ താഴെയാണ്. ഇപ്പം 50% മുകളിലാണ്. അതുകൊണ്ട് എന്തൊന്നും ഈ പറഞ്ഞ കേരളം തകർന്നു കടം മേടിച്ചതുകൊണ്ട്. കടത്തിൻ്റെ വലിപ്പം മാത്രം നോക്കിയാൽ പോരാ, അത് താങ്ങാനുള്ള ശേഷി കൂടി നോക്കണം. അപ്പം സമ്പദ്ഘടന വലുതാകുമ്പോൾ ഈ കടം ഒരു പ്രശ്നമല്ല. കടത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടേണ്ടത്, തിരിച്ചടക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വേവലാതി കൊള്ളുന്നുണ്ട്. കടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം പിഗു എന്നും പറഞ്ഞുള്ളൊരു ഒരു പണ്ടത്തെ പണ്ഡിതൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. യു ഗ്രോ ഔട്ട് ഓഫ് ഡെറ്റ്. നിങ്ങൾ വളർന്ന് കടബാധ്യതയ്ക്ക് പുറത്തു പോകാമെന്നാണ്. അതാണ് കേരളത്തിൽ നടക്കുന്നത്. പിണറായി സർക്കാർ, ഒന്നാം സർക്കാർ കഴിഞ്ഞപ്പോൾ അതുവരെ എടുത്ത വായ്പയുടെ തുല്യമായ വായ്പ ഒരു സർക്കാർ എടുത്തു. കേരള ചരിത്രം തുടങ്ങിയപ്പോൾ മുതൽ ഇതുവരെ എടുത്തിട്ടുള്ള വായ്പയുടെ അത്രയും വലിപ്പത്തിലുള്ള വായ്പ 5 വർഷം കൊണ്ടെടുത്തു എന്നാണ് പറയുന്നത്. സോ സിമ്പിൾ. ഒരു 3% വായ്പ അനുവദിച്ചിട്ടുള്ള നമ്മുടെ ദേശീയ വരുമാനത്തിൻ്റെ. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 5 വർഷം 5.5 വർഷം ആകുമ്പോഴത്തേനും കടം ഇരട്ടിയാവും. ഇനിയിപ്പോൾ ഈ പിണറായി സർക്കാർ തീരുമ്പോഴും കടം ഇരട്ടിയാവും. ഇത് കേരളത്തിന് മാത്രമല്ലെന്ന് മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഇതുപോലെ അബദ്ധങ്ങൾ കേരളം ശ്രീലങ്ക പോലെയാണ്. ശ്രീലങ്കയിൽ വിദേശത്തുനിന്ന് വായ്പ എടുത്തിരിക്കുന്നത് കേരളത്തിലെ വായ്പകൾ ഇവിടെയുള്ളതാണ്, നാട്ടിലുള്ളതാണ്. അതുകൊണ്ട് ഒരു സംസ്ഥാനവും ഒരു രാജ്യവും കടം കയറി മുടിയില്ല, ഇല്ലാതാവില്ല. ഇതൊക്കെ ലളിതമായിട്ടുള്ള ഉത്തരവുണ്ടെങ്കിലും പ്രചണ്ഡമായ പ്രചാരണത്തിൽ അത് ലെഫ്റ്റ് തോറ്റു, ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ പൊതുവിൽ കേരളത്തിൻ്റെ പൊതുബോധ്യം ഈ കടം നല്ലതല്ല, നമ്മളങ്ങ് വലിയ പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആശയപരമായിട്ട് നിരായുധരാക്കിക്കൊണ്ട് കേന്ദ്രത്തിന് നടപടികളോട് അല്ല എതിർപ്പ്. നമ്മളെന്തോ വലിയ കടം എടുത്തിട്ടല്ലേ ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് 2 രീതിയിൽ ഈ പ്രതിസന്ധിയെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ഒന്ന്, ഈ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുള്ള കേരള സർക്കാരിൻ്റെ കഴിവുകേടാണ്, കടം മേടിച്ച് മുടിച്ചതാണ്. 2, കേന്ദ്ര സർക്കാർ നമ്മളെ വെട്ടിലാക്കാൻ വേണ്ടി ചെയ്യണം. അതുകൊണ്ട് കേന്ദ്രത്തിനെതിരെ സമരം വേണം. അപ്പോൾ വെച്ചാൽ ആദ്യത്തേതാണ് ജനങ്ങളുടെ ബോധ്യമെങ്കിൽ ലെഫ്റ്റ് സർക്കാരിനെതിരാവും. രണ്ടാമത്താണ് ബോധ്യമെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരാവും. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ രണ്ടാമത്തെ വാദമാണ് കേരളത്തിൽ പൊതുബോധ്യമായിട്ടുള്ളത്. അത് ആശയപരമായിട്ട് ചെറുത്തുനിൽപ്പിന് നമ്മുടെ സാധാരണക്കാരെ നിരായുധരാക്കി കളഞ്ഞു. അതുകൊണ്ട് ഈ വീഴ്ചകൾ വന്നിരിക്കുന്നത് അതൊക്കെ സർക്കാരിനോടുള്ള ഒരു എതിർപ്പും അതൃപ്തിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ഏറ്റവും പാവപ്പെട്ടവരാണ് LDFൻ്റെ എന്ന് പറഞ്ഞല്ലോ. ആ വിഭാഗത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനോടുള്ളൊരു പ്രതികരണം ഈ ഇലക്ഷനിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഈ ഒരു ആശയ സമരത്തിൽ വിജയിച്ചിട്ടില്ല. അത് ശക്തമായിട്ട് ഇനിയും വേണ്ടി വരും. പക്ഷെ അതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധിയൊന്നും ഇല്ലാത്ത കാലത്ത് ചെലവാക്കലിൻ്റെ ഒരു മുൻഗണനയുണ്ട്, അത് മാറ്റേണ്ടി വരും. സർക്കാരിൻ്റെ ശമ്പളം കൊടുത്തിട്ട് അല്ലാതെ
നമ്മൾ എന്ത് പ്രതിസന്ധിയെങ്കിലും മുന്നോട്ട് പോകും. ഈ ശമ്പളം പോലെ തന്നെ പെൻഷനും പാവങ്ങളുടെ ആനുകൂല്യവും അത് കൊടുത്തിട്ട് പതിയെ ബാക്കി കാര്യങ്ങൾ എന്ന് തീരുമാനിക്കേണ്ടി വരും. അതാണ് ഈ മുൻഗണന മാറ്റാന്ന് പറയുന്നത്. സോ അത്തരത്തിലുള്ള നടപടികൾ, പുനർവിചിന്തനങ്ങൾ അനിവാര്യമാണ്.